ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ വീണ്ടും കടുത്ത ഭാഷയിൽ എല്ലാവരും ദേഷ്യപ്പെടുവാണ്. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങിപ്പോകാം എന്നുള്ളതാണ് ലാലേട്ടൻ അതിനകത്ത് ഇതിൽ പറയുന്നത്. ആദില നൂറയോട് എഴുന്നേൽപ്പിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് ചെയ്തത് ശരിയായോ എന്ന് ചോദിച്ചപ്പോൾ നൂറ പറയുന്നു, ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ശരിയായില്ല എന്ന്. അപ്പം നിങ്ങളല്ലേ അത് പിന്നെ പുതപ്പെടുത്തുകൊണ്ട് കൊടുത്തതെന്നും പറഞ്ഞ് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ബ്ലിങ്ങസിയ നിപ്പുണ്ട്. അപ്പോൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ആദിലയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്, ആദില വേണ്ട എന്ന് അങ്ങനെ ഒരു കാര്യം കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കലും അനിമോൾ അത് കാണിക്കാൻ തുനിയത്തിലായിരുന്നു. അനിമോൾ പറഞ്ഞ ബെഡ്റൂമിലേക്ക് വാ, ഞാൻ എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദിലയാണ് ഓടിപ്പോയിട്ട് പുതപ്പും പില്ലോയും എടുത്തിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദില നൂറ് നന്നായിട്ട് പറയുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ശൈത്യ, അപ്പാനി, അതാണ് കൊണിയിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ബുദ്ധിമുട്ടുള്ളവർക്ക് ഇറങ്ങിപ്പോകാം എന്നാണ് ലാലേട്ടൻ ഇതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നത്. ഭയങ്കര കടുത്ത ദേഷ്യത്തിലാണ്. ബിഗ് ബോസ് ഒരു കാരണവശാലും അങ്ങനെ ഒരു സംഭവിച്ചാൽ പോലും ബിഗ് ബോസ് ഒരിക്കലും ആ സീൻ കാണിക്കില്ല, അങ്ങനെ ചെയ്തില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നേ പറയൂ. കാരണം അത് ബിഗ് ബോസിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഒരുപാട് കേസുകൾ ബിഗ് ബോസ് സ്റ്റോപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് ഹൈക്കോടതി വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത് വിക്ടിം ഉറപ്പായിട്ടും അത് നമ്മുടെ അനിമോളെ തന്നെ അത് വിക്ടിം ആവും അല്ലെങ്കിൽ വിക്ടിം ആക്കും എന്നുള്ളതും എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. അനിമോളെ ഭയങ്കര ഷൗട്ട് ചെയ്യുന്നുണ്ട്. അവർ കാണാത്ത കാര്യം, സംഭവിക്കാത്ത കാര്യം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ചിലപ്പോൾ അനിമോള് കണ്ടിട്ടുണ്ടായോ നമുക്കറിയില്ല. അനിമോള് പറയുന്നു കണ്ടു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അനിമോൾ അത് പറയണ്ടായിരുന്നല്ലേ, ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് അന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് വിളിച്ചത് കൊണ്ടാണ്. നിൻ്റെ അമ്മയുടെ കൂടെയാണോ ഞാൻ കിടന്നത് എന്ന് ചോദിച്ചത് കൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട് ആര്യന് അനിമോളോട് ക്രഷ്, അനിമോൾക്ക് ആര്യനോട് സ്നേഹമാണെന്ന് ശൈത്യ പറഞ്ഞു എന്ന്. അപ്പോൾ ശൈത്യമാണ് ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് കളിച്ചപ്പോൾ പറഞ്ഞു എന്ന്. അത് ഞാനൊരു തമാശയ്ക്ക് അങ്ങനെ സംസാരിച്ചപ്പോൾ അത് പറഞ്ഞതാണ് എന്നുള്ളതാണ് അനിമോൾ പറയുന്നത്. അപ്പം നിങ്ങൾ പറയുന്നതൊക്കെ തമാശ, മറ്റുള്ളവർ പറയുന്നതൊന്നും തമാശയല്ലേ എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് അനിമോളോട്. എന്ത് തന്നെയായാലും അനിമോൾ എന്താണ് ഈ ഒരു ക്രൈസിസ്, ഈ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് അനിമോൾ ഓവർകം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം ഇന്നത്തെ എപ്പിസോഡിൽ. എന്തായാലും ലാലേട്ടൻ നല്ല അടിപൊളിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അനിമോൾ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വന്നിരിക്കും. ബൈ, ടേക്ക് കെയർ.